ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുഹറം 9ൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അനിയത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു, മക്കൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, ചെറിയ മക്കൾക്കും നോമ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ചെറിയ ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആൾക്ക് 6 വയസ്സും അതിൻ്റെ മൂത്ത ആൾക്ക് 8 വയസ്സാണ്. ആദ്യമായിട്ടാണ് മക്കൾ നാട്ടിൽ നോമ്പിന് ഉണ്ടാവുന്നത്. അവർ കഴിഞ്ഞ റംസാന് 24 നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മാഷാ അല്ലാ. അവരാണെങ്കിൽ പിറ്റേന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ മക്കൾക്ക് എന്തായാലും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം, ഒരാൾക്ക് ഒരെണ്ണം, അങ്ങനെയാണ്. 4 ആളുണ്ടെങ്കിൽ 4 ആൾക്ക് 4 വിധമായിരുന്നു വേണ്ടത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാനും അനിയത്തി മോളും കൂടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരാളുടെ കൈയല്ല 3 ആളുടെ കൈകളാണ് കാണുക. അപ്പോൾ അത് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അസംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് കയറിയത്. അപ്പോൾ ഫസ്റ്റ് ഒന്നും ഇത്ര അധികം ഉണ്ടാക്കുന്നൊന്നും വിചാരിച്ചില്ല, എന്തെങ്കിലും 1-2 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിന്നിരുന്നു. അപ്പോൾ ഇത് അനിയത്തി വരുമ്പോൾ ഓർന്ന കത്തിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എൻ്റെ കത്തി പറ്റണില്ല, അത് മുറിച്ചില്ല. അപ്പോൾ പുതിയ കത്തി എടുത്തു. ഞാൻ ഇത് എടുക്കാതെ അങ്ങനെ വെച്ചേക്കായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് എടുക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 കത്തി എടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് നല്ല മുറിച്ചുള്ള കത്തി ഉണ്ടെങ്കിൽ അത്ര മോള് തണ്ണിമത്തം മുറിച്ച് തരുള്ളൂ. അപ്പോൾ അവൾക്ക് കത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണ്ണിമത്തം മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നേ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറുതായിട്ട് തണുപ്പായി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് തന്നെ മുറിച്ച് വെക്കണത്. അപ്പോൾ ഇതിൽ എല്ലാറ്റിൻ്റെ റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് എല്ലാം കാണിക്കണുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ വന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് വേണ്ടല്ലോ നമുക്ക്, അല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം കൂടുതലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും ബോറടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് അനിയത്തിയുടെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാപ്സിക്കും പിന്നെ സബോളൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഷവർമ പോക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം മുഹറം 10 ഓരോ സ്ഥലത്ത് ഓരോ ദിവസങ്ങളിലാണല്ലേ. അപ്പോൾ ഞങ്ങളവിടെ ശനി ഞായറാണ് കേട്ടോ. ചിലവർ അത് ഞായറും തിങ്കളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ദിവസമായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച എടുക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെയും കൂടിയും കിട്ടുമല്ലോ. അപ്പോൾ മുഹറം 9ഉം 10ഉം പിന്നെ തിങ്കളാഴ്ച രാവ്, അങ്ങനെയായിട്ട് 3 ദിവസമാണ് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഷവർമ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല, പിന്നെ സമയമില്ല പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഷവർമയുടെ മസാലപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മസാലപ്പൊടികളായിട്ട്. അപ്പോൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഷവർമയുടെ. അപ്പോൾ ആ ഒരു ഗരം മസാലയിലെ കൂടെ കുറച്ചും കൂടി മസാലകൾ ഇട്ടിട്ടാണ് പൊടിച്ച് വെക്കുക. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിനുള്ളത്, പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മാറുമ്പോഴത്തേനും അടുത്ത ആൾ വരും കേട്ടോ. അപ്പോൾ ഇത് മോള് വെള്ളം കലക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ തന്നെയാണ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അവൾ തന്നെയാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ടാങ്ക് അല്ലെങ്കിൽ ജ്യൂസൊന്നും വേണ്ട, അവർക്ക് ചെറുനാരങ്ങ വെള്ളം തന്നെ മതി ഇത്ര. അപ്പോൾ ഇത് ചെറുനാരങ്ങ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കലക്കിയെടുക്കുന്നത്. ചെറുനാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ മോളെ ഏൽപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അവൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ഇനി പാലാണ് നമുക്ക് അവക്കാഡോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാല് കട്ടായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കൂടി നന്നായി കൂടുതൽ തണുപ്പാവുകയും ചെറുതായിട്ടൊരു കട്ട വരുമല്ലോ. കട്ട നന്നായി വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. മുന്നത്തെ ഒരു പാലും ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ അത് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കട്ട ഉടച്ചിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ സ്പെഷ്യൽ ചില്ലി ചിക്കൻ. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഗരം മസാലപ്പൊടി, ചിക്കൻ ക്യൂബ്, കോൺഫ്ലോർ, പിന്നെ മാഗി ക്യൂബ് എല്ലാം കൂടി ഇട്ടിട്ട് അവൾ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുത്ത് പറയുന്നത് അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് വന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇനി ആ മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് അവളൊന്ന് മസാല പരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാറില്ല, മറ്റേത് എനിക്ക് കുറേ കമൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ കമൻറ്റ് കുറവാണ്. നിങ്ങൾ മറന്നിട്ടാണെങ്കിൽ എന്തായാലും ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി കായ ബജിക്ക് വേണ്ടിയിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ ഷവർമ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചിക്കനാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടന്നാവട്ടെ, അപ്പോഴത്തേനും നമുക്ക് പഴംപൊരിയിലേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പഴംപൊരി ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. മോൾക്ക് ചെറിയ ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ 8 വയസ്സായ മോളുണ്ട്. അപ്പോൾ മോൾക്ക് പഴംപൊരിയും വേണം, ബീഫ് റോസ്റ്റും വേണം. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് എന്തായാലും ഉണ്ട്, പിന്നെ ബീഫ് ആ സമയത്ത് കിട്ടൂല. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കിയാൽ അത് വെറുതെ ബാക്കിയായി പോകുമല്ലോ. അപ്പോൾ അവൾക്ക് ചില്ലി ചിക്കനും
പിന്നെ പഴംപൊരിയും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പഴംപൊരിക്ക് നമ്മൾ സാധാ മാവ് ഉണ്ടാക്കണ പോലെ തന്നെയാണ്. മൈദപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഇതാ ചെറുതായിട്ടൊരു കളറ് കൊടുത്തു. കളറാണ് ഇട്ടത് കേട്ടോ, മഞ്ഞൾപ്പൊടിയല്ല. അതിൽ ഞാൻ മറ്റേ സോഡ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ. മുന്നൊക്കെ ആണെങ്കിൽ നമുക്കത് കുറച്ച് നേരം അത് എന്താ പറയുക, മാവ് കലക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് പൊള്ളച്ച് വരും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കണം, കാരണം ചെറുതായിട്ട് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അത് ചുവപ്പ് കളറായിട്ട് വരും. അപ്പോൾ അത് കാരണമാണ് ചെറിയൊരു കളറ് കൊടുത്തത്. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട് മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും അനിയത്തിയുടെ സ്പെഷ്യലാണ്. ഉരുളൻകിഴങ്ങൊക്കെ പുഴുങ്ങി, ഉരുളൻകിഴങ്ങ് മുട്ടൊക്കെ പുഴുങ്ങിയിട്ടാണ് അവൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ മതിയല്ലോ. പിന്നെ അവൾ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഓയിൽ, പിന്നെ ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയിലാണ് അവൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് കിട്ടാൻ മതിയായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ലൂസായി വന്നിരുന്നു. അപ്പോൾ കുറച്ചധികം കിട്ടാൻ വേണ്ടിയിട്ട് 2 ഉരുളൻകിഴങ്ങ് ഇട്ടു. അവൾ പറഞ്ഞു പച്ചമുട്ട വെച്ചിട്ട് ഉണ്ടാക്കണ്ട, മക്കൾക്കൊക്കെ നോമ്പ് തുറന്ന് കൊടുക്കുമ്പോൾ ഇനി വയറിന് എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആണല്ലോ. മറ്റേൻ്റെ പോലെ കുറേ ഓയിൽ വേണ്ട. മറ്റേ മയോണീസ് ആണെങ്കിൽ നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചാലും അത് കട്ടിയാവണമെങ്കിൽ കുറേ സമയം പിടിക്കും. കുറേ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ജാറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കനും ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ അനിയത്തിയാണ് പൊരിച്ചെടുക്കണത്. ഓയിലാണ് ഇതാ പൊരിച്ചെടുക്കണത്. അപ്പോൾ ഓയിൽ തന്നെയാണ് കേട്ടോ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കണതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം വരുമ്പോൾ മക്കൾക്ക് ഉമ്മച്ചിയെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. മോള് ഞങ്ങളെടുത്ത് പറഞ്ഞു നോമ്പ് തുറക്കുമ്പോഴത്തെ ഇതൊന്നും കഴിയില്ല, നിങ്ങൾ രണ്ടാളും കൂടി വെറുതെ ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ വാശി, നമ്മളതിന് ആരെങ്കിലും വാശി കയറ്റുകയാണെങ്കിൽ പിന്നെ എന്തായാലും നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതവിടെ ആകുമ്പോഴത്തേനും കായ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഷവർമ പോക്കറ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ആൾക്ക് എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അവനിക്ക് ബാങ്ക് കൊടുത്താൽ മതി, അവനക്ക് എന്തായാലും കഴിക്കാൻ ആ സമയത്ത് കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ മൂത്താൾക്കാണ് ഇപ്പോൾ, അനിയത്ര മൂത്താൾക്കാണ് ഇപ്പോൾ വേണ്ടത് ഷവർമ പോക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മാവ് കുഴക്കുകയാണ്. മൈദമാവിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഫസ്റ്റത്തെ ചിക്കനായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ചട്ടിയിലും ചിക്കൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പണി കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമ്മളെ വാശി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. വാശി പിടിപ്പിച്ച് എന്തായാലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ആകുമ്പോഴത്തേനും എല്ലാം ആവണം. ഞങ്ങൾ വിചാരിച്ചത് ഇത് ചായ കുടിക്കുമ്പോഴത്തേനും മതി, ചിക്കനും പൊറോട്ടൊക്കെ ആ സമയത്തേക്ക് മതി, അപ്പോഴത്തേനും ആക്കിയാൽ മതിയില്ലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ അവൾ വാശി പിടിപ്പിച്ചപ്പോൾ എന്തായാലും ആ ഒരു സമയമാകുമ്പോൾ എല്ലാം ടേബിൾ മിൽക്ക് എത്തണം എന്നുള്ളൊരു വാശിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. പിന്നെ അതാ ഷവർമ പോക്കറ്റിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് സബോള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കാബേജ് മതി, കടയിൽ നിന്ന് മേടിക്കണ പോലെ കുറേ കാബേജ് ഇടണ്ട, ചിക്കനാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചധികം ചിക്കൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മയോണീസ്, പിന്നെ കുറച്ചധികം മയോണീസ് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനത് ചില്ലി ചിക്കൻ അവിടെ സബോളയും പിന്നെ പച്ചമുളകും ഉപ്പും പിന്നെന്താ മാഗി ക്യൂബും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കിത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. മുന്നേ കുറച്ച് പഴം നമ്മൾ മുറിച്ച് വെച്ചതായിരുന്നു പഴംപൊരിക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് മോള് പറഞ്ഞത് അവൾക്ക് പഴംപൊരിയും പിന്നെ ചിക്കനും വേണമെന്ന് പറഞ്ഞല്ലോ. ബീഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പഴംപൊരിയും ചില്ലി ചിക്കനും എൻ്റെ ദൈവമോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ അനിയത്തി തന്നെയാണ് പഴം പൊരിച്ചെടുക്കുന്നത്. ഞാൻ എല്ലാം ആക്കി കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് മാറിപ്പോയിട്ട്. നമുക്ക് വേഗം ക്ലീൻ ആക്കും വേണം, എല്ലാം കഴിയും വേണം, നോമ്പ് തുറക്കാൻ പോയി ഇരിക്കും വേണം. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, മക്കൾ ഇത്രയും ചെറുപ്പത്തിൽ അവർ ഞങ്ങളെടുത്ത് ആദ്യമായിട്ടല്ലേ നോമ്പിനുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അന്നത്തെ ഒരു ദിവസം. അതും അത്താഴത്തിന് വിളിച്ചപ്പോൾ വേഗം എണീറ്റു. ഞാൻ പഴവും വെള്ളം കൂടി കുടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീറ്റ് വന്നിട്ട് പറഞ്ഞു ഒന്നും വേണ്ട ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുക ചെയ്തു. കുട്ടികൾ അത്താഴത്തിന് പോലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നിർബന്ധിച്ച് കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ടാണ് കിടത്തിയത്. അപ്പോൾ പിന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അവർക്ക് വല്ലാതെ വിശപ്പാകും. ചെറിയ മക്കളല്ലേ, മണങ്ങളിങ്ങനെ വരുമ്പോൾ എന്തായാലും അവർക്ക് വിശപ്പ് കൂടി വരുമല്ലോ. അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ അപ്പുറത്തേക്ക് മോൻ കൊണ്ടുപോകണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവൾ അതിലേക്ക് സോസൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ ഇതാ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഇനി ചിക്കനും കൂടി ഇട്ടിട്ട് അത് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൽ ആ ക്യാപ്സിക്കം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടാം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അടിപൊളിയായിരുന്നു, ചില്ലി ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കതും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നാകുമ്പോൾ നമുക്കത് വേഗം മാറ്റി വെക്കാം. എന്നാലാണ് നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ അറിയാമല്ലോ, നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പണി കഴിച്ചാലും ഒരു സമയത്ത് ഒരു തിക്കും തിരക്കാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി വീണ്ടും പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റൗ 3 സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്.
പിന്നെ അതാ ഷവർമ പോക്കറ്റ്. അപ്പോഴത്തേന് ഞാൻ ഷവർമ പോക്കറ്റ് പരത്തി മൈദ വെച്ച് പരത്തി 2 പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കതിന് ചെറിയൊരു മധുരം വരില്ല, അതെനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ശനിയാഴ്ച ആയിരുന്നു 9, ഞായറാഴ്ച ആയിരുന്നു 10. അപ്പോൾ ഇത് 9ൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ 10നും മോനിക്ക് ഷവർമ പോക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ വിളിച്ചേക്കായിരുന്നു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതിൻ്റെ ഉള്ളിലത്തെ മസാല അങ്ങോട്ട് ശരിക്കും വേവില്ല, എന്നാൽ പുറത്തത്തെ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇടാം. ഇതാണെങ്കിൽ നമ്മൾ പൂരി പൊള്ളക്കണ പോലെ പൊള്ളച്ച് വരും ചെയ്യും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മടുക്കില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ട് എടുക്കും. പിന്നെ എണ്ണയിലൊന്ന് പിടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എണ്ണ കുടിക്കണമെന്നില്ല, പെട്ടെന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതാ കായ ബജ്ജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കായ ബജ്ജി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് മല്ലിയില വെച്ചിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില ചമ്മന്തിയും കായ ബജ്ജിയും കൂടിയിട്ട്. പക്ഷെ അതിൽ നല്ല ഉപ്പ് കൂടിപ്പോയി. എന്നാലും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ, ബാക്കി കളയേണ്ടി വന്നു. അത് മാത്രമാണ് ഞങ്ങൾക്ക് ശരിക്കും ആവാതെ പോയത്. കുറച്ച് അധികം ഉപ്പ് കൂടി, കുറച്ചധികം ഉപ്പ് കൂടി. ഇനി ഇത് അവക്കാട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പഴുത്ത ബട്ടറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബട്ടർ ഇട്ട് കൊടുത്തു. ഒരെണ്ണം വലുതാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2.5 പാക്കറ്റ് പാലുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം വലുതാണ് ഇട്ട് കൊടുത്തത്. ഇനി പിന്നെ ഉള്ളത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ഒരെണ്ണെണ്ണയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഷേക്ക് ഇഷ്ടമാണ്, പക്ഷെ ആ പാലിൻ്റെ മണം വരാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു ബൂസ്റ്റ് ഇട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ് പച്ച കളറ് മാറിപ്പോയത്, വേറെ കളറായത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതാ അവക്കാടോ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. കട്ടി ആയി വരുന്നുള്ളൂ. നമ്മൾ 5 മണിക്ക് ശേഷമാണല്ലോ ഫ്രിഡ്ജിൽ വെച്ചത്, ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ അതുകൊണ്ടാവും പാൽ കട്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കണ്ടതൊക്കെ എന്തിനാണ്, മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര അധികം ഒന്നും ഉണ്ടാക്കില്ല, എന്തെങ്കിലും ഒരു എണ്ണക്കടി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനി ഇതാ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അടിച്ചെടുക്കുക, ഇനി ഗ്ലാസ്സിലൊഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ്സിൽ ഇതാ ചെമ്പോടക്കനെ ഒഴിക്കുകയായിരുന്നു കേട്ടോ മക്കൾ. ഞാൻ ഒരു വലിയൊരു പാത്രത്തിലേക്കാണ് അടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒഴിച്ചത്. പക്ഷേ അത് ടേബിൾ മിൽക്ക് മുഴുവനും ഒലിച്ച് പോവുമായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് കയ്യിലൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇനി കയ്യിൽ വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മീതെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാറ്റിലും കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പാലിൻ്റെ മണം ഇഷ്ടമല്ല, പക്ഷേ ഷേക്ക് കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കണത്. ഇനി അതിൻ്റെ മീതെ കുറച്ചും കൂടി കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഷേക്ക് കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഷവർമ പോക്കറ്റ്, കായ ബജ്ജി, പഴംപൊരി, തണ്ണിമത്തൻ, പിന്നെ അത് ചമ്മന്തി, പിന്നെ അതാ കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഷവർമ പോക്കറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതാ വെള്ളം കലക്കിയിട്ടുണ്ട്, പിന്നെ അതാ ഷേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈത്തപ്പഴം മാത്രം എടുക്കാൻ മറന്നു. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ഈത്തപ്പഴം എടുത്തില്ല അല്ലേ, അതങ്ങനെയാണ്, നമ്മൾ എല്ലാം എടുക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ മറക്കും. ഇതാണ് കേട്ടോ എൻ്റെ ദിയമോള്. അപ്പോൾ അവളെ മുഖം ശരിക്കും എടുക്കേണ്ട വെച്ച് ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഒരു മോണയും കട്ടി മുന്നേ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പാൽച്ചായ വേണ്ടവർക്ക് പാൽച്ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ മുഹറത്തിലത്തെ 9 നോമ്പും 10 നോമ്പും നമ്മൾ എടുത്തു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതുപോലെ എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും എല്ലാം തരട്ടെ. പറിച്ചൊരു നോമ്പെടുക്കാനുള്ളതും അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും കൂടാൻ വേണ്ടിയിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.